PRE5I വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഫ്യൂച്ചറിൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറേ സിസ്റ്റമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോഴെല്ലാം നമ്മളെടുത്ത കൺസേൺ സാധാരണ മനുഷ്യരെ കുറിച്ചുള്ളതാണ്. സ്പെഷ്യൽ നീഡുള്ള ആൾക്കാരുണ്ട്, ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ആൾക്കാരുണ്ട്, ഓട്ടിസം ഉള്ള ആൾക്കാരുണ്ട്. സോ സ്പെഷ്യൽ സപ്പോർട്ട് വേണ്ടുന്ന പേഷ്യൻ്റ് എഡ്യൂക്കേഷന് നമുക്ക് കൃത്യമായും ഒരു മാനദണ്ഡമുണ്ടാവണം. ദ പേഷ്യൻ്റ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ നീഡ്സ് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് അഡ്രസ്ഡ്. ചില ഫാമിലികളിൽ ടോട്ടലി അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വളരെ താഴെ ആയിരിക്കാം. അതിന് അവരെ മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള പ്രിൻ്റഡ് മെറ്റീരിയൽസോ ഓഡിയോ വിഷ്വൽ എയ്ഡ്സോ നമുക്കുണ്ടാവണം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട്. പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്ന് തോന്നാവുന്ന ഈ സാഹചര്യങ്ങളിലും സ്പെഷ്യൽ നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് അഡ്രസ്സ് ചെയ്യണമെന്നതാണ് ഈ അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. നിങ്ങൾക്ക് ഇതില്ലെങ്കിലും സർട്ടിഫിക്കേഷനൊക്കെ കിട്ടും, അക്രഡിറ്റേഷനും കിട്ടും. പക്ഷേ അത് സർവൈലൻസ് ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സമയത്ത് കൃത്യമായും ഇത് നമ്മൾ മീറ്റ് ചെയ്തേ പറ്റൂ. സ്പെഷ്യൽ നീഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ, അവരുടെ സ്പെഷ്യൽ ക്യാരക്ടർ, ചിലപ്പോൾ അവരുടെ സ്പെഷ്യൽ ഇമോഷണൽ ഹെൽത്ത് നീഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറൽ ഡിഫിക്കൽട്ടീസ് ഇൻ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അഡ്രസ്സ് ചെയ്യണം PRE5I.